ഹലോ ഗൂട്ടൻ ടാഗ്, ഐ എം ജിഷ്ണു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജർമ്മനിലെ 4 കേസസ് ആണ്. ജർമ്മൻ ലാംഗ്വേജിൽ നമുക്ക് 4 കേസസ് ആണ് വരുന്നത്: നോമിനേറ്റീവ്, അക്യൂസേറ്റീവ്, ഡേറ്റീവ് ആൻഡ് ഗെനിറ്റീവ്. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോണത് അതിനകത്ത് ഫസ്റ്റത്തെ ടോപ്പിക്കായ നോമിനേറ്റീവ് ആണ്. നോമിനേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെന്റൻസിലെ സബ്ജക്റ്റിനെയാണ് നമ്മൾ എന്താണ് നോമിനേറ്റീവ് ആയിട്ട് ഡിനോട്ട് ചെയ്യണത്. ഇനി നമുക്ക് നോമിനേറ്റീവിൽ എന്താണ് 2 എക്സാമ്പിൾസ് നോക്കാം. നോമിനേറ്റീവ് കേസിൽ നമുക്ക് ഇപ്പോൾ എഴുതിയേക്കുന്ന ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഇഷ് ഷൈബെ എറ്റ് വാസ്, അതായത് ഐ ആം റൈറ്റിംഗ് സംതിങ്. ഈ ഒരു സെന്റൻസ് എടുത്തിട്ട് ഇതിനകത്ത് നോമിനേറ്റീവ് സബ്ജക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെർബ് കണ്ടില്ലേ, ഈ സെന്റൻസിൽ ഇവിടെ വെർബ് വരുന്നത് വെച്ചാൽ ഷൈബനാണ്. ഈ വെർബിനോട് ആരാണ് ഈ ആക്ഷൻ ചെയ്തത്, അത് ആരാണ് എഴുതിയെന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഇഷ്, അതായത് ഞാൻ. അതായിരിക്കും ഇവിടുത്തെ എന്താണ് നോമിനേറ്റീവ് സബ്ജക്റ്റ്. നമ്മളിപ്പോ ഏതൊരു സെന്റൻസ് എഴുതി കഴിഞ്ഞാലും ആ ഒരു സെന്റൻസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവൃത്തി അല്ലെങ്കിൽ വെർബ് ചെയ്യണത് ആരാണോ അല്ലെങ്കിൽ ആക്ഷൻ ചെയ്യണത് എന്താണോ അതായിരിക്കും നമ്മൾ ഈ സെന്റൻസിലെ നോമിനേറ്റീവ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്താണ് അടുത്തൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഈ എക്സാമ്പിൾ നോക്കിയേ, ദസ് ഔട്ടോ ഇസ്റ്റ് കപ്പൂട്ട്. ഇവിടെ വെർബ് എന്നാന്ന് വെച്ചാൽ ഇസ്റ്റ്, അതായത് ദസ് ഔട്ടോ ഇസ്റ്റ് കപ്പൂട്ട് എന്ന് പറഞ്ഞാൽ ദ കാർ ഈസ് ബ്രോക്കൺ. ഈ കാർ ഈസ് ബ്രോക്കൺ എന്ന് പറയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ബ്രോക്കൺ, അതായത് വാസ് ഇസ്റ്റ് ബ്രോക്കൺ. എന്താണ് ഇവിടെ ബ്രോക്കൺ ആയിട്ടുള്ളത്? ഇവിടെ എന്താ ബ്രോക്കൺ ആയിട്ടുള്ളത്? അതായത് ഔട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ നോമിനേറ്റീവ് സബ്ജക്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഔട്ടോ ആണ് ഇവിടുത്തെ നോമിനേറ്റീവ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് നോമിനേറ്റീവിൽ ഞാനിപ്പോ പറഞ്ഞ ഒരു സെന്റൻസിൽ, അതായത് ആ വെർബിനോട് ആര് എന്ത്, അതായത് വെർ ഉണ്ട് വാസ്, അതായത് എന്താ പറയാ ഹൂ ആൻഡ് വാട്ട്, അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും എപ്പോഴെന്നാണ് ഒരു നോമിനേറ്റീവ് സബ്ജക്റ്റ്. അതായത് ആ പ്രവൃത്തി ചെയ്യുന്ന അല്ലെങ്കിൽ ആക്ഷൻ ചെയ്യുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ആ വസ്തുവോ, അതാണ് എപ്പോഴെന്നാണ് ഒരു നോമിനേറ്റീവ് സബ്ജക്റ്റ് ആയിട്ട് വരാം. ഇനി നമുക്ക് കുറച്ച് നോമിനേറ്റീവ് വേർബ്സ് നോക്കാം. നോമിനേറ്റീവ് വേർബ്സിൽ മെയിൻ ആയിട്ട് വരുന്നത് വെച്ചെങ്കിൽ സൈൻ, ടു ബി, ബ്ലൈബൻ, ടു സ്റ്റേ, അതുപോലെ തന്നെ വേർഡൻ, ടു ബിക്കം, ഹെയ്സൻ, ടു ബി കോൾഡ്. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടി നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റത്തെ എക്സാമ്പിൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദസ് ഇസ് ടെയിൻ ഔട്ടോ. നമ്മുടെ സൈൻ വെർബ് വെച്ചിട്ടുള്ള എക്സാമ്പിൾ ആണ്. ദസ് ഇസ് ടെയിൻ ഔട്ടോ, ദാറ്റ് ഈസ് എ ഔട്ടോ. ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ വരുന്നത്? ഇവിടുത്തെ സബ്ജക്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടോ അല്ലെങ്കിൽ കാറാണ് ഇവിടുത്തെ നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഹൈസ്റ്റ് അന്ന. സി ഹൈസ്റ്റ് അന്ന എന്ന് പറഞ്ഞാൽ ഷീസ് കോൾഡ് അന്ന, അവളുടെ പേര് അന്ന എന്നാണ്. ഇവിടെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെർബ് വരുന്നു. അതുപോലെ തന്നെ ഇവിടെ അന്നയാണ് എന്ത് വരുന്നത്? നോമിനേറ്റീവ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ ഈ അന്നനെ തന്നെയാണ് നമ്മൾ എന്താണ് ഈ സി എന്ന് വെച്ചിട്ടും നമ്മൾ വിശേഷിപ്പിച്ചേക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേർഡൻ വെച്ചിട്ടാണ്. വേർഡൻ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എയർ വിഡ് ആസ്റ്റ്. എയർ വിഡ് ആസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹി ബിക്കംസ് ഡോക്ടർ. ഹി ബിക്കംസ് ഡോക്ടർ എന്ന് പറയുമ്പോൾ എന്താ ഇവിടുത്തെ സബ്ജക്റ്റ്? എന്താ ഇവിടുത്തെ സബ്ജക്റ്റ് ആർസ്റ്റ് അല്ലെങ്കിൽ ഹി ആണ്. ഹി ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഈ അവനെ തന്നെയാണ് നമ്മൾ എന്താണ് ഇവിടെ ആർസ്റ്റ് ആയിട്ട്, അതായത് ഡോക്ടർ ആയിട്ട് എന്നാണ് വിശേഷിപ്പിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? അതായത് ജർമ്മൻ ലാംഗ്വേജിന്റെ ഫസ്റ്റത്തെ കേസായ നോമിനേറ്റീവ് കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നോമിനേറ്റീവ് കേസ് എപ്പോഴും ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ആയിരിക്കുള്ളൂ നോമിനേറ്റീവ് കേസ്, അതായത് ഒരു ആക്ഷൻ ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു ആയിരിക്കും നോമിനേറ്റീവ് കേസ് ആയിട്ട് വരാം. അപ്പോൾ ഇനി ഇതേപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യൂ.